ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ്. അപ്പോൾ ഇന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ടൻ്റെയും ബട്ടൺ ഹോളിൻ്റെയും വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. ഞാനിത് പുറത്ത് കൊടുത്ത് ബട്ടൻ്റെയും ബട്ടൺ ഹോളിൻ്റെയും അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മെഷീനിലായതുകൊണ്ട് തന്നെ നല്ല കറക്റ്റായി കിട്ടും. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോൾ ഇത്ര ഒരു പെർഫെക്ഷൻ ഉണ്ടാവണമെന്നില്ല. എന്നാലും പറഞ്ഞ സ്ഥിതിക്ക് കൈകൊണ്ട് എങ്ങനെ വെക്കാമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു പീസാണ് എടുത്തിട്ടുള്ളത്. ഷർട്ടിൻ്റെ പീസിൽ ആദ്യം വെച്ചത് കൊണ്ടാണ് ഈ ഒരു പീസ് എടുത്തത്. അപ്പോൾ ആദ്യം ബട്ടൺ ഹോൾ വെക്കുന്നത് നോക്കാം. അതിനായിട്ട് ഈ ഒരു മടക്കിയ പീസ് ആ ഒരു ഓപ്പൺ വെക്കുന്ന ഭാഗത്ത് ഒന്ന് മടക്കി അവിടെ കത്രിക കൊണ്ട് ഒരു ഓപ്പൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബട്ടൺ എത്രയാണോ സൈസ് അതിനനുസരിച്ചായിരിക്കണം ഇവിടെ ഓപ്പൺ ഇട്ട് കൊടുക്കേണ്ടത്. ആ ഒരു ഓപ്പണിൻ്റെ അകത്ത് ബട്ടണ് പോകുന്നുണ്ടോ നോക്കുക. അപ്പം അങ്ങനെ പോകുന്നില്ലെങ്കിൽ ഒന്നുകൂടെ അതേ ഭാഗത്ത് തന്നെ ഓപ്പണ് കുറച്ചുകൂടെ വലുതാക്കി കൊടുക്കുക. ഇനി സൂചിയിൽ 2 നൂല് വെച്ച് കോർത്ത് കെട്ടിട്ട് കൊടുക്കുക. അതായത് 4 നൂല് വെച്ചാണ് ചെയ്യുന്നത്. ഇനി ആ ഒരു സൈഡ് ഭാഗത്ത് ആദ്യം ഒന്ന് കുത്തിയെടുക്കുക. അതിനുശേഷം വീണ്ടും അവിടെ തന്നെ ഒന്നുകൂടെ കുത്തി എടുക്കുക. ഇപ്പം ഞാനിവിടെ ചെയ്യുന്നത് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അവിടെ നിന്ന് ഓരോന്നും കുത്തിയെടുക്കുന്നതിനനുസരിച്ച് മറ്റേ ഭാഗത്തുള്ള നൂല് ഇപ്പുറത്തേക്ക് ഇട്ട് കൊണ്ടുവരിക. അപ്പം ഇതുപോലെ ഫിനിഷിംഗ് പോയിന്റ് വരെ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ റൗണ്ടായിട്ട് നൂല് ഇപ്പുറത്തേക്ക് ഇട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ കറക്റ്റായി കിട്ടാൻ വേണ്ടി അടുത്തടുത്ത് തന്നെ ചെയ്തെടുക്കുക.
ഫുള്ളായി ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് വശത്തേക്ക് കുത്തിയെടുത്ത് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ബട്ടൺ ഹോളിൻ്റെ സ്റ്റിച്ചിങ്. ഇനി ബട്ടൺ വെക്കുന്നത് നോക്കാം. ഷർട്ടിൻ്റെ അകത്ത് ബട്ടൺ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ബട്ടൺ ഹോളിൻ്റെ ആ ഒരു നേരെ തന്നെ ആയിരിക്കണം മറ്റൊരു വശത്ത് ബട്ടൺ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ബട്ടണും വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ ഇടാനാകില്ല, അതുകൊണ്ട് കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം.